അച്ചോ അച്ചോ. ആരാ ആരാ ഈ പാതിര നേരത്ത്? ഓ നീയോ? എന്തേ? അച്ചോ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. കുമ്പസാരിക്കാൻ ഈ നേരത്തോ? നേരം വെളുത്തിട്ട് പോരെ മോനെ. അതുപോരാ, ഇപ്പൊ തന്നെ കുമ്പസാരിക്കണം. സ്കീസോഫീനിയ, സെക്ഷുവൽ ഇൻട്രാക്ഷൻ ശേഷം ഇണയെ കൊല്ലുന്ന അപൂർവമായ ഒരു മനോരോഗം. വായിച്ചിട്ടുണ്ട്. സെക്ഷൽ ഇൻട്രാക്ഷൻ ശേഷം ഇണയെ കൊന്നു തിന്നുന്ന ഒരിനം ചിലന്തിയെക്കുറിച്ച്. മനഃശാസ്ത്രത്തിന്റെ ഏത് തലത്തിലാണ് സച്ചിനെ ഉൾപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല. പക്ഷെ ഒരു കാര്യം, സിസിലിയുടെ കൊലപാതകത്തിലൂടെ അവൻ ആ ജോലിയിൽ കൂടുതൽ കരുത്തനും സമർത്ഥനുമായി തീർന്നിരിക്കണം. അപ്പോ നമ്മൾ ഊഹിച്ചതിനും അപ്പുറത്തായിരിക്കും കാര്യം. കുറെ നാളുകളായി അവനെ കുറിച്ച് എന്റെ മനസ്സിങ്ങനെ ആശങ്കപ്പെടുന്നു. എന്റെ ഇത്തരം ആശങ്കകൾ പലപ്പോഴും യാഥാർത്ഥ്യമാകാറുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇത്തരക്കാർ സ്വന്തം ശരീരത്തിന്റെയും മനസ്സിന്റെയും നിയന്ത്രണം നഷ്ടപ്പെട്ട് മൂന്നാമത് ഒരു ശക്തിയുടെ നിയന്ത്രണത്തിൽ ആകുമെന്ന് കേട്ടിട്ടുണ്ട്. ഓ ജീസസ്! നിസ്സഹായരായ പെൺകുട്ടികൾ അവന്റെ വലയിലാണെന്നറിയുമ്പോൾ ശിവരാമ, മനസ്സിന് വല്ലാത്തൊരു ഭീതി തോന്നുന്നു. ഫാദറെ അവനെ അന്വേഷിച്ച ഇടങ്ങളെല്ലാം ഞാനും അന്വേഷിച്ചു. പക്ഷേ ബംഗളൂരിലെയും ചെന്നൈയിലെയും വില്ലാക്കളിൽ ആളെത്തിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല അവനെ കണ്ടുപിടിക്കാൻ. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത്, ആർക്കും ഒരു സംശയത്തിനും ഇടവരുത്താത്ത ഒരിടത്ത് അവൻ അവന്റെ വല വിരിച്ച് കാത്തിരിക്കുന്നുണ്ടാകും. അവന്റെ ജീവിതം പോലെ അവന്റെ വഴികളും ദുരൂഹതകൾ നിറഞ്ഞതാണ്. ബട്ട് എവിടെയായാലും അവനെ ഞാൻ കണ്ടെത്തും ഫാദർ. ഗോഡ് ബ്ലസ് യു. താങ്ക്സ് ഫാദർ. നിന്നെ വിഷമിപ്പിക്കണ്ടെന്നോർത്താ ഞാനിത് ഇതുവരെ പറയാതിരുന്നത്. സാഗറെ, അവൾക്ക് സൗഹൃദം പണത്തോടാ. ഹിമയെ വീണ്ടും സച്ചിന്റെ അടുത്ത് എത്തിച്ചതും അതുതന്നെയല്ലേ? പിന്നെ നീ എന്തിനാ അവൾക്ക് പിന്നാലെ? ഇതെന്നോട് നേരത്തെ പറയാമായിരുന്നല്ലേ സജന? ആ ദിലീപ് സുന്ദരത്തിന്റെ വലിയ ബാധ്യതകൾ തീർക്കാനുള്ള ഒരു വഴിയെ ഇപ്പൊ അവൾക്ക് ആവശ്യം. നീയോ ആ ശിവരാമനോ അറിഞ്ഞാ വേണ്ടടാ. അവൾ ഇതുകൊണ്ട് രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ. ഓക്കെ ഓക്കെ, ഞാൻ പോവാം. എന്താ മനോഹര കാണണമെന്ന് പറഞ്ഞത്? സാർ, എൻ്റെ ഒരു സംശയമാണ്. മേരിക്കൊപ്പം മാധവനെയും കാണാതായിട്ടുണ്ട്. അതായത് മാധവനും കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ സച്ചിൻ്റെ ഇരകൾ പെൺകുട്ടികൾ മാത്രമാണെന്ന് പറയാൻ പറ്റുമോ സാർ? ദാറ്റ് ഈസ് വേർ യു ആർ റോങ്. മാധവൻ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ ബി എ കോയിൻസിഡൻസ്. മേരിയെ കൊല്ലുന്നതിന് മാധവൻ തടസ്സമാകുമെന്ന അവസ്ഥയിൽ അത് സംഭവിച്ചതായി കൂടെ. പാരൻസിന്റെ മരണത്തിന് കാരണക്കാരിയായ മേരി, തന്നെ വശീകരിക്കാൻ ശ്രമിച്ച സിസിലി, അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ് സാർ. സ്നേഹിച്ചു വഞ്ചിച്ച സ്ത്രീകളെ അയാൾ ടാർഗറ്റ് ചെയ്തു. പക്ഷേ സാർ, കേട്ടിടത്തോളം ഈ കാണാതായ ഹിമയും മീരയും അത്ര മോശം ക്യാരക്ടേഴ്സ് ആയിരുന്നോ? പക്ഷേ സച്ചിനും ഹിമയുമായി എന്തെങ്കിലും തരത്തിലുള്ള അടുപ്പമുള്ളതായി നമുക്ക് സൂചനകളൊന്നുമില്ല. എന്താ സാഗറെ? സോറി ശിവൻജി, ഹിമയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാ എനിക്ക് ശിവൻജി ഇങ്ങനെ ഒരു അന്വേഷണം ഏൽപ്പിക്കേണ്ടി വന്നു. ഹിമയുടെ പ്രായത്തിലുള്ള പെൺകുട്ടിക്ക് താങ്ങാവുന്നതിലും അപ്പുറമുള്ള കടക്കണിയിലായിരുന്നു അവളെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ള ഒരാളോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ കേസിന് എന്താണ് പ്രസക്തി? സാഗറിനെ ആളെ അറിയാമോ? വ്യവസായിയും പ്ലാനറുമായ ഒരു സച്ചിൻ ജേക്കബ്. മനോഹര സർ, സച്ചിന്റെയും സജിനയുടെയും ഫോണിലേക്ക് വരുന്ന കാളുകളുടെ ഡീറ്റെയിൽസ് സൈബർ സെല്ലിൽ നിന്നും ഇന്ന് തന്നെ കളക്ട് ചെയ്യണം. യെസ് സർ. എനിക്ക് ഇമ്മീഡിയറ്റ് ആയി ഫാദർ ഒന്നും കൂടി കാണണം സർ.
ഈ ടവറിലൊന്ന് ചെക്ക് ചെയ്തേ. സാർ, മീരയുടെ മൊബൈലിലേക്ക് വന്നിരിക്കുന്ന മെസ്സേജ് കൊറവൻമല ടവറിൽ നിന്നാണ്. ഓ ഗോഡ്. ഹലോ 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 ഷിറ്റ്, റേഞ്ച് ഇല്ല. ഹലോ, ഹരി, ഞാൻ എസ് എ മനോഹരനാ. എന്താ സാർ? ശിവരാമ സാർ അവിടെ വന്നിരുന്നോ? ഇല്ല. വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്താ സാർ? ഹരി, നിങ്ങളുടെ വൈഫ് കുറവമ്പല എന്ന സ്ഥലത്താന്ന് വിവരം കിട്ടി. സച്ചിനോടൊപ്പമാണെങ്കിൽ അത് അപകടമാണ്. സാറിന് കിട്ടിയ വിവരം പാസ് ചെയ്യണം. ഓക്കെ. കുറവൻമല. ഹിമ സച്ചിന്റെ കസ്റ്റഡിയിലാണെന്ന് ബോധ്യപ്പെട്ട നിലയ്ക്ക് മീരയുടെ കാര്യത്തിൽ ഇനി ഒരു സംശയവും വേണ്ട ശിവരാമൻ. മനോവൈകല്യത്തിന്റെ ഏറ്റവും അപകടം പിടിച്ചൊരവസ്ഥയിലാണ് ഇപ്പോൾ അവൻ എത്തപ്പെട്ടിരിക്കുന്നത്. ഒരു വൈദികന്റെ സ്നേഹത്തിലും പരിചരണത്തിലും, അതും ഒരു ദേവാലയത്തിന്റെ അന്തരീക്ഷത്തിൽ വളർന്ന ഒരാള് ഇങ്ങനെയൊക്കെ ആവുമോ ഫാദർ? ന്യൂയോർക്കിലെ ഒരു ബാങ്ക് കാഷ്യറായ തിമോത്തി വില്യംസ് ആ നഗരത്തെ നടുക്കിയ സെക്ഷൽ മർഡർ കേസുകളിലെ കേന്ദ്ര കഥാപാത്രമായിരുന്നു. അയാളും വളർന്നത് പീറ്റർ ഗ്രാൻഡ് എന്നൊരു വൈദികന്റെ അനാഥാലയത്തിലായിരുന്നു. സച്ചിൻ രണ്ടാനമ്മയുടെയും തിമോത്തി സ്വന്തം അമ്മയുടെയും പിഴച്ച ജീവിതം കണ്ടാണ് വളർന്നത്. ഒരു വൈദികന്റെ സാന്നിധ്യത്തിനോ ദേവാലയത്തിന്റെ അന്തരീക്ഷത്തിനോ ഇത്തരക്കാരെ തിരുത്താൻ കഴിയില്ല എന്ന് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി ഫാദർ. ഞാൻ ഇപ്പോൾ വന്നത് പ്രധാനമായും മറ്റൊരു കാര്യത്തിൽ ഫാദറിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ്. ക്രിമിനോളജിയിലെ ഒരു റെഫറൻസ് ബുക്കിൽ വായിച്ചതാ, 9 കാമുകിമാരെ സെക്ഷുവലായി യൂസ് ചെയ്ത ശേഷം ക്രൂരമായി കൊല ചെയ്ത ക്രിസ്റ്റം റോഫ് എന്ന ആളെ പറ്റി. യെസ്, റൂഫും ആ കൊലപാതകങ്ങൾ അത്രയും നടത്തിയത് അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വന്തം വേനൽക്കാല വസതിയിൽ വെച്ചായിരുന്നു. അതെ, 400 കിലോമീറ്റർ അകലെയുള്ള ഏരിയ പോലും കൊല ചെയ്യാൻ വേണ്ടി അയാൾ ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സച്ചിന്റെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും നോസ്റ്റാൾജിയ തോന്നാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലം ഉണ്ടാവോ? ശിവരാമൻ, ദാറ്റ്സ് എ ബ്രില്യന്റ് ക്വസ്റ്റ്യൻ. ഇപ്പോ എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നുന്നു. അവന് പിതൃസ്വത്തായി കിട്ടിയ ഒരു സ്ഥലമുണ്ട്, അവന്റെ ഇഷ്ടസങ്കേതം.